ഈ പണിയെടുത്തോണ്ടിരിക്കുന്നതാണ് എൻ്റെ അച്ഛൻ. ഇന്ന് എൻ്റെ അച്ഛൻ പണിയെടുക്കുന്ന ഒരു സാധാരണ ദിവസം എങ്ങനെയാണെന്ന് നോക്കാനാണ് ഞാൻ പോകുന്നത്. എൻ്റെ അച്ഛനൊരു ടാപ്പിംഗ് തൊഴിലാളി ആയതുകൊണ്ട് പുലർച്ചെ 2:30 ആകുമ്പോഴേക്കും എണീക്കും. എന്നിട്ട് നേരെ അമ്മ ഇട്ട് വെച്ച് ഈ ഒരു കട്ടൻ കാപ്പിയും കുടിച്ച് നേരതാ പണിക്കിറങ്ങും. സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്തൊക്കെ എൻ്റെ ഒരു ഉറക്കം തുടങ്ങുന്നുണ്ടാവുള്ളൂ. ആ ഒരു സമയത്തേക്കാണ് എൻ്റെ അച്ഛൻ പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അങ്ങനെ കുറച്ച് പേരെ നടന്ന് അച്ഛൻ പണിയെടുക്കുന്ന ഈ ഒരു കാട്ടിലെത്തി. കണ്ടില്ല, ഇത്രയും ഇരുട്ട് കാരണം ഈ ഒരു വലിയ കാട്ടിലാണ് എൻ്റെ അച്ഛൻ പണിയെടുക്കുന്നത്. പിന്നെ ഇവിടെ അച്ഛൻ മാത്രമല്ല, അച്ഛൻ്റെ കൂടെ ഇവർ രണ്ടുപേരും കൂടി പണിയെടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തി അച്ഛൻ വർക്കിംഗ് ഡ്രസ്സൊക്കെ മാറ്റി നേരതാ അച്ഛൻ്റെ ഈ ടാപ്പിംഗ് കത്തി മൂർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അച്ഛൻ എൻ്റെ ഒരു ടോർച്ച് നിന്ന് താഴത്ത് നോക്കി കിടക്കുന്നുണ്ട്. അച്ഛൻ നേരതാ പണിക്കിറങ്ങി. സത്യം പറയാൻ എൻ്റെ അച്ഛൻ അങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിൽ കൂടെ മാനും കുറുക്കനും ഇതേപോലെ മുള്ളം പന്നി വരെ ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതൊന്നും വേണ്ടിയാണ് പുള്ളിക്കാരൻ നിന്ന് പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ചുറ്റിലും എന്തെങ്കിലും വരുന്നോ നോക്കിയിട്ട് 4 ഭാഗത്തും ടോർച്ച് അടി നോക്കിയിട്ട് നിൽക്കുന്നത് തന്നെ. അങ്ങനെ രാവിലെ പുലർച്ചെ 2:30 പണിക്കിറങ്ങിയത് ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കുക പോലും ചെയ്യാൻ നിന്ന് പണിയെടുത്തോണ്ടിരിക്കുന്നു പാവം. പിന്നെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ചിലർക്കെങ്കിലും തോന്നുന്നു എനിക്ക് വല്ല പണിക്കും പോയിക്കൊടുക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, എന്നെ കൊണ്ടാകുന്ന എല്ലാ പണിക്കും ഞാൻ പോകാറുണ്ട്. പക്ഷേ എന്നെ പോലെ മിഡിൽ ക്ലാസ്സിലുള്ള എല്ലാവരുടെ അച്ഛന്മാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അച്ഛനെ ഈ കഷ്ടപ്പാടെന്നൊക്കെ ഞാൻ മാറ്റി നിർത്തിയിരിക്കും.